ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. കൂവപ്പൊടി. ഇത് നമ്മളൊക്കെ വീട്ടിൽ വെറുതെ കളയുകയാണ്. അപ്പോൾ കുറച്ച് കൂവ ഉണ്ടെങ്കിലും നമുക്കിത് മിക്സിയിൽ ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ കൂവപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു കുറുക്കിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ല വിറ്റാമിനായ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ അതൊക്കെ ഒഴിവാക്കി കളയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂവ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള കൂവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഐറ്റം കൂവ നമുക്ക് കിട്ടും. ഇഞ്ചി പോലുള്ളതും കിട്ടും, ഇതുപോലുള്ളതും കിട്ടും. രണ്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കിലോയോളം കൂവ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതിനൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ കൂവേനയും അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു കോട്ടൺ തുണിയിൽ ഇതിനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യം നല്ല പോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ചണ്ടിയൊക്കെ അങ്ങ് ഒഴിവാക്കി കളയുക. അത് നമുക്ക് വേണ്ട. ഇതിപ്പോൾ ഞാനിങ്ങനെ അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുക. അതുവരേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് തവിയൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുക്കാണ്ട് 2 മണിക്കൂർ വെച്ച് കൊടുക്കുക. 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അടിയിൽ ഒരു വെള്ള കളറിൽ പൊടി അടിഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, മുകളിലുള്ള വെള്ളം ആവശ്യമില്ല. അപ്പോൾ ആ പൊടി അങ്ങ് കലങ്ങി പോവാതെ മുകളിലുള്ള വെള്ളം മാത്രം കോരി ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. പാത്രം ചെരിച്ചു കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം കോരി ഒഴിവാക്കാം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ കോരി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടതിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ള കളറിലുള്ളൊരു പൊടി ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ കണ്ടോ ഇതിനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹാർഡായിട്ടാണ് ഇത് ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ അതിനെ നമ്മളിങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് അടർത്തിയെടുക്കുക. അതിനുശേഷം നമ്മളിതിനെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതിനെ കണ്ടോ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് നനവ് വീണ്ടും ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ പൊടിയും കൂടെ കുറച്ച് നേരം കൂടെ വെയിലത്തിട്ട് ഉണക്കി വെക്കുക. എന്നിട്ട് നമുക്കിതിനെ കുപ്പിയിൽ അടച്ചു വെച്ചാൽ ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര അളവിലാണ് കൂവപ്പൊടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കുറുക്കിൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് കൂവപ്പൊടി ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയെടുത്തതും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയും ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് കുറുകി വരാനായിട്ടും തുടങ്ങും. കണ്ടോ, ഇതുപോലെ കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓവറായിട്ട് കുറുക്കിയെടുക്കാൻ നിൽക്കണ്ട. ഇത് ചൂട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂവക്കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂവ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതുപോലെ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ അതേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ എല്ലാ പുതിയ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.